നമസ്കാരം. ലോക രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തുറ്റ രണ്ട് ശക്തികൾ മുഖാമുഖം നിൽക്കുമ്പോൾ അത് വെറുമൊരു ഔദ്യോഗിക സന്ദർശനമായി മാറുന്നില്ല. മറിച്ച് വരാനിരിക്കുന്ന ദശകങ്ങളിലെ ആഗോള ഗതിവിഗതികളെ നിർണ്ണയിക്കുന്ന ഒരു നിർണായക മുഹൂർത്തമായി മാറും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ചൈന സന്ദർശനം ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ അതീവ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കുന്നത്. താൻ മുൻപുണ്ടാക്കിയ കരാറുകൾ പോലും നിഷ്കരണം ലംഘിക്കുന്ന വൈകാരികവും എന്നാൽ കച്ചവടക്കണ്ണോടെയുമുള്ള ട്രംപിൻ്റെ വിദേശ നയം ലോക രാജ്യങ്ങൾക്കിടയിൽ അമേരിക്കയുടെ വിശ്വാസത്തെ സാരമായി ബാധിച്ചിരിക്കുന്ന കാലമാണിത്. ഈ സാഹചര്യത്തിൽ ഷീ ജിൻപിങ്ങുമായുള്ള ട്രംപിൻ്റെ കൂടിക്കാഴ്ച കേവലം നയതന്ത്രം എന്നതിലുപരി വലിയ താൽപ്പര്യങ്ങളുടെയും തന്ത്രപരമായ നീക്കങ്ങളുടെയും ഒരു വേദിയായി മാറുന്നു. അമേരിക്കൻ വിദേശ നയത്തിൻ്റെ പാരമ്പര്യ ശൈലികളെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ട്രംപ് തൻ്റെ ഭരണകാലം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആഗോള വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുകയും സഖ്യകക്ഷികളെപ്പോലും വിശ്വാസത്തിലെടുക്കാതിരിക്കുകയും ചെയ്യുന്ന ട്രംപിൻ്റെ രീതികൾ അമേരിക്കയെ ഒരു സുരക്ഷിത പങ്കാളി എന്ന നിലയിൽ നിന്നും പിന്നോട്ട് വലിച്ചിട്ടുണ്ട്. കേവലം ഇടപാടുകൾക്ക് മാത്രം മുൻഗണന നൽകുന്ന അയാളുടെ സമീപനം ദീർഘകാല തന്ത്രപരമായ നിക്ഷേപങ്ങൾക്കോ വിശ്വസതയ്ക്കോ ഇടം നൽകുന്നില്ല. ഏത് കരാറും എപ്പോൾ വേണമെങ്കിലും റദ്ദാക്കാമെന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ ചൈനയെപ്പോലൊരു ശക്തിയുമായി ട്രംപ് നടത്തുന്ന ചർച്ചകൾ എത്രത്തോളം ഫലപ്രദമാകും എന്നത് വലിയ ചോദ്യചിഹ്നമാണ്. ഇറാനുമായുള്ള യുദ്ധവും വെനസ്വേലയിലെ രാഷ്ട്രീയ ഇടപെടലുകളും ക്യൂബയ്ക്കെതിരായ ഉപരോധങ്ങളും വഴി അന്താരാഷ്ട്ര നിയമങ്ങളെ പരസ്യമായി ലംഘിക്കുന്ന ഒരു ഭരണാധികാരി എന്ന പ്രതിച്ഛായ ട്രംപിന് ഇതിനോടകമുണ്ട്. മൂല്യങ്ങളെക്കാൾ കരുത്തിന് പ്രാധാന്യം നൽകുന്ന ഈ നയം ആഗോളതലത്തിൽ അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കാനും കാരണമായിട്ടുണ്ട്. ഷീ ജിൻപിങ്ങുമായുള്ള തൻ്റെ വ്യക്തിപരമായ അടുപ്പത്തെക്കുറിച്ച് ട്രംപ് വാചാലനാകാറുണ്ട് എങ്കിലും ചൈനീസ് നേതൃത്വം ഇതിനെയെല്ലാം വളരെ തണുത്ത രീതിയിലാണ് വീക്ഷിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ, പ്രത്യേകിച്ച് നിർമ്മിത ബുദ്ധിയിൽ ചൈനയെ ഒരു പ്രധാന എതിരാളിയായിട്ടാണ് അമേരിക്ക കാണുന്നത്. നിർണായകമായ അസംസ്കൃത വസ്തുക്കൾക്കും സാങ്കേതിക വിദ്യയ്ക്കും വേണ്ടി ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഇതിനു മറുപടിയായി ഇലക്ട്രിക് വാഹന ബാറ്ററികളിലും സെമി കണ്ടക്ടറുകളിലും ഉപയോഗിക്കുന്ന ഗ്രാഫൈറ്റ്, ഗാലിയം തുടങ്ങിയ ലോഹങ്ങളുടെ കയറ്റുമതിയിൽ ചൈനയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ സാങ്കേതിക യുദ്ധം ട്രംപിൻ്റെ സന്ദർശന വേളയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. ഇറാന്റെ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ചൈനീസ് കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്കൻ നടപടിയും പനാമ കനാലിന്മേലുള്ള നിയന്ത്രണത്തിന് വേണ്ടിയുള്ള നീക്കങ്ങളും ചൈനയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പല തെറ്റായ തീരുമാനങ്ങളും ആഗോളതലത്തിൽ ചൈനയ്ക്ക് നേട്ടമായി മാറാറുമുണ്ട്. പശ്ചിമേഷ്യയിൽ ഇറാനെ നേരിടുന്നതിലുണ്ടായ പരാജയവും സ്വന്തം ആയുധശേഖരത്തിൻ്റെ കുറവും ആഗോളതലത്തിൽ അമേരിക്കയുടെ മേധാവിത്വം നഷ്ടപ്പെടുന്നു എന്ന തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതോടെ പല രാജ്യങ്ങളും ചൈനയുമായും റഷ്യയുമായും ബ്രിക്സ് കൂട്ടായ്മയുമായും അടുക്കുവാൻ പ്രേരിതരാകുന്നു. യൂറോപ്പും വലിയ ആകാംക്ഷയോടെയാണ് ഈ സന്ദർശനത്തെ നോക്കിക്കാണുന്നത്. ട്രംപുമായി അകലുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ സാമ്പത്തിക താൽപ്പര്യം സംരക്ഷിക്കുന്നതിനായി ചൈനയുമായി സഹകരിക്കുവാൻ തയ്യാറായേക്കും. എന്നാൽ ചൈനയെ ഒരു വ്യവസ്ഥാപിത എതിരാളിയായി കാണുന്ന യൂറോപ്പ് എത്രത്തോളം വിട്ടുവീഴ്ചകൾ ചെയ്യും എന്നത് കണ്ടറിയണം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർശനം അതീവ നിർണായകമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലും പസഫിക് മേഖലയിലും ചൈനയുടെ കടന്നുകയറ്റം തടയാനായി രൂപീകരിച്ച ക്വാഡ് സഖ്യത്തോട് ട്രംപിന് ഇപ്പോൾ വലിയ താല്പര്യമില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഈ വർഷം ഇന്ത്യയിൽ നടക്കേണ്ടിയിരുന്ന ക്വാഡ് ഉച്ചകോടി സംഭവിക്കുവാൻ സാധ്യത കുറവാണെന്ന വാർത്തകൾ ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുന്നതാണ്. കൂടാതെ പാകിസ്ഥാനോട് ട്രംപ് കാണിക്കുന്ന പുതിയ അടുപ്പവും ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. വിദേശ യാത്രകൾ കുറയ്ക്കുവാനും സ്വർണ്ണ ഇറക്കുമതി നിയന്ത്രിക്കുവാനും ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കാനും ആഹ്വാനം ചെയ്യുന്ന പ്രധാനമന്ത്രി നയങ്ങൾക്കിടയിൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഏത് ധാരണയും ഇന്ത്യയുടെ ഭൗമരാഷ്ട്രീയ നിലപാടുകളെ സ്വാധീനിക്കും. ചുരുക്കത്തിൽ ട്രംപിൻ്റെ ഈ സന്ദർശനം വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട് എങ്കിലും ഇറാൻ യുദ്ധത്തിലെ പരാജയവും സ്വന്തം രാജ്യത്ത് നേരിടുന്ന രാഷ്ട്രീയ വെല്ലുവിളികളും കാരണം ഇതിൽ നിന്ന് വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആഗോള രാഷ്ട്രീയത്തിലെ അപ്രവചനീയമായ ഈ നീക്കങ്ങൾ ലോകത്തെ കൂടുതൽ സങ്കീർണമായ ഒരു അവസ്ഥയിലേക്കാണ് എത്തിക്കുന്നത്. ട്രംപിൻ്റെ ചൈനീസ് സന്ദർശനം ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമാറുമ്പോൾ അതിനിടയിൽ ഉയർന്നു വരുന്ന ചില അഭ്യൂഹങ്ങൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ളതാണ്. ഇന്ത്യൻ അതിർത്തി മേഖലയിൽ ഒരു സ്വതന്ത്ര ക്രിസ്ത്യൻ രാഷ്ട്രം രൂപീകരിക്കാൻ അമേരിക്ക നീക്കം നടത്തുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും സജീവമാണ്. ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിലുള്ള ചർച്ചകളിൽ ഇത്തരമൊരു വിഷയം കടന്നു വരുമോ എന്ന ആശങ്ക പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് എങ്കിലും നിലവിലെ നയതന്ത്ര സാഹചര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും പരിശോധിക്കുമ്പോൾ ഇതിന് പിന്നിലെ വസ്തുതകൾ മറ്റൊന്നാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ മണിപ്പൂർ, മിസോറാം എന്നിവയെയും മ്യാൻമാറിലെ ചില ഭാഗങ്ങളെയും ഉൾപ്പെടുത്തി ഒരു കുക്കി ചിൻ ക്രിസ്ത്യൻ രാഷ്ട്രം സ്ഥാപിക്കുവാൻ വിദേശ ശക്തികൾ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ പുതിയതല്ല. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഉൾപ്പെടെയുള്ളവർ ഇത്തരമൊരു വിദേശ ഗൂഢാലോചനയെക്കുറിച്ച് നേരത്തെ സൂചനകൾ നൽകിയിരുന്നു. എന്നാൽ
ട്രംപിൻ്റെ ഇപ്പോഴത്തെ ചൈനീസ് സന്ദർശനത്തിൻ്റെ അജണ്ടകൾ പരിശോധിച്ചാൽ ഇതിൽ പ്രധാനമായും ഇടം പിടിക്കുന്നത് വ്യാപാര യുദ്ധം, തായ്വാൻ പ്രതിസന്ധി, അമേരിക്ക-ഇറാൻ യുദ്ധം, നിർമ്മിത ബുദ്ധി മേഖലയിലെ മത്സരം എന്നിവയാണ്. ഭാരതവുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം അമേരിക്കയ്ക്ക് പസഫിക് മേഖലയിൽ ചൈനയെ തടയുവാൻ അനിവാര്യമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ അഖണ്ഡതയെ ബാധിക്കുന്ന ഒരു വിഷയം ചൈനയുമായി ചർച്ച ചെയ്യുന്നത് അമേരിക്കയുടെ തന്നെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായിരിക്കും. ക്രിസ്ത്യൻ രാഷ്ട്രം എന്ന ആശയത്തെക്കുറിച്ച് ട്രംപ് ഭരണകൂടം ഇതുവരെ ഔദ്യോഗികമായി ഒരിടത്തും പ്രതികരിച്ചിട്ടില്ല. ട്രംപിൻ്റെ അമേരിക്ക ഫസ്റ്റ് നയം വിദേശ രാജ്യങ്ങളിൽ പുതിയ രാഷ്ട്രങ്ങൾ രൂപീകരിക്കുന്നതിനേക്കാൾ അമേരിക്കയുടെ സാമ്പത്തിക നേട്ടങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ വംശീയ കലാപങ്ങളെയും അസ്ഥിരതയും മുൻനിർത്തി ചില വിദേശ NGOകളും മതസംഘടനകളും സമ്മർദ്ദം ചെലുത്തുന്നുണ്ടാകാമെങ്കിലും അതൊരു ഔദ്യോഗിക നയതന്ത്ര വിഷയമായി മാറാനുള്ള സാധ്യത വിരളമാണ്. ട്രംപിൻ്റെ ചൈനീസ് സന്ദർശനത്തിൽ ഷീ ജിൻപിങ്ങുമായി ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയങ്ങളിൽ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. കാരണം ചൈനയ്ക്കും ഇത്തരം വിഘടനവാദി പ്രസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുന്നത് സ്വന്തം അതിർത്തിയിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് ബോധ്യമുണ്ട്. എന്നിരുന്നാലും ഭാരതം ഈ വിഷയത്തിൽ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. അതിർത്തി മേഖലകളിലെ സുരക്ഷാ സജ്ജീകരണങ്ങൾ വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ വിദേശ സഹായത്തോടെ പ്രവർത്തിക്കുന്ന വിഘടനവാദി ഗ്രൂപ്പുകളെ കർശനമായി നിരീക്ഷിക്കാനും കേന്ദ്ര സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ട്രംപിൻ്റെ ചൈനീസ് സന്ദർശനം ആഗോള സാമ്പത്തിക സന്തുലിതാവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്നാണ് ഇന്ത്യ പ്രധാനമായും ഉറ്റുനോക്കുന്നത്. അമേരിക്കയും ചൈനയും തമ്മിലുണ്ടാകുന്ന ഏതൊരു ധാരണയും ഇന്ത്യയുടെ താൽപ്പര്യങ്ങളെ ഹനിക്കാത്ത രീതിയിലാകണമെന്ന് ഉറപ്പാക്കാൻ ശക്തമായ നയതന്ത്ര നീക്കങ്ങൾ ഭാരതം നടത്തുന്നുണ്ട്. ചുരുക്കത്തിൽ ക്രിസ്ത്യൻ രാഷ്ട്രം എന്ന ചർച്ചകൾ ട്രംപിൻ്റെ സന്ദർശനത്തിൽ ഔദ്യോഗികമായി ഉണ്ടാകാൻ സാധ്യതയില്ല എങ്കിലും അത്തരം ഗൂഢാലോചനകളെ പ്രതിരോധിക്കുവാൻ ഭാരതം സജ്ജമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ആഗോള വൻശക്തികൾക്കിടയിലെ തർക്കങ്ങൾക്കിടയിൽ സ്വന്തം പരമാധികാരം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഭാരതത്തിന് സാധിക്കുന്നുമുണ്ട്. ഏഷ്യയിൽ ചൈനയുടെ ഏകപക്ഷീയമായ ആധിപത്യം തടയുന്നതിൽ അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് വലിയ പങ്കുണ്ട്. എന്നാൽ അമേരിക്കയും ചൈനയും തമ്മിൽ പെട്ടെന്നൊരു ധാരണയിലെത്തുകയോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള സാമ്പത്തിക വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുകയോ ചെയ്താൽ അത് ഏഷ്യൻ മേഖലയിലെ ഇന്ത്യയുടെ സ്വാധീനം കുറയ്ക്കുവാൻ കാരണമായേക്കാം. പ്രത്യേകിച്ച് ദക്ഷിണേഷ്യയിൽ ചൈനയുടെ കടന്നുകയറ്റം പ്രതിരോധിക്കുവാൻ ഇന്ത്യ ആശ്രയിക്കുന്ന അന്താരാഷ്ട്ര പിന്തുണയിൽ ഒരു വിള്ളൽ വീഴുവാൻ ഇത് കാരണമാകും. കൂടാതെ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിനും ആഗോള വിതരണ ശൃംഖലയിലും ചൈനയ്ക്ക് അനുകൂലമായ നിലപാടുകൾ അമേരിക്ക സ്വീകരിച്ചാൽ അത് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള പദ്ധതികൾക്ക് തിരിച്ചടിയാകുവാൻ സാധ്യതയുണ്ട്. ആഗോള നിക്ഷേപകർ ചൈനയെ വീണ്ടും സുരക്ഷിതമായ ഒരു ഇടമായി കാണാൻ തുടങ്ങിയാൽ അത് ഇന്ത്യയിലേക്കുള്ള വിദേശ നിക്ഷേപത്തിൻ്റെ ഒഴുക്കിനെ ബാധിച്ചേക്കാം. ഈ പ്രതിസന്ധികളെ മറികടക്കാൻ ഭാരതം വളരെ തന്ത്രപരമായ ഒരു ബഹുതല നയതന്ത്രമാണ് സ്വീകരിച്ചു വരുന്നത്. എങ്കിലും ഒരു വൻശക്തിയെ മാത്രം അമിതമായി ആശ്രയിക്കാതെ സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തന്ത്രപരമായ സ്വയംഭരണാധികാരം നിലനിർത്താനാണ് ഭാരതം ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ക്വാഡ് പോലെയുള്ള സഖ്യങ്ങളിൽ സജീവമാകുന്നതോടൊപ്പം തന്നെ ബ്രിക്സ്, ഷാങ്ഹായ് സഹകരണ സംഘടന തുടങ്ങിയ വേദികളിലും ഭാരതം തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നു. അമേരിക്കയുമായുള്ള ബന്ധം ദൃഢമാകുമ്പോൾ തന്നെ റഷ്യയുമായുള്ള പരമ്പരാഗത സൗഹൃദം നിലനിർത്തുവാൻ ഇന്ത്യ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ വിലപേശ ശേഷി വർദ്ധിപ്പിക്കുന്നു. ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ എന്ത് മാറ്റങ്ങൾ വന്നാലും ഇന്ത്യ ഒരു ഒഴിവാക്കാനാവാത്ത ശക്തിയെ തുടരുന്നു എന്ന് ഉറപ്പുവരുത്താൻ ഈ സന്തുലിത നയം സഹായിക്കും. സാമ്പത്തിക മേഖലയിൽ ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ആഗോള കമ്പനികൾ ചൈനയ്ക്ക് പുറമെ മറ്റൊരു കേന്ദ്രം അന്വേഷിക്കുന്ന സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ഇന്ത്യ അടിസ്ഥാന സൗകര്യ വികസനത്തിലും നിക്ഷേപ സൗഹൃദ നിയമങ്ങളിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. വിദേശ നാണ്യ ശേഖരം വർദ്ധിപ്പിക്കുന്നതിനും ഇന്ധന ഇറക്കുമതി കുറയ്ക്കുന്നതിനുമായി പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ നടത്തുന്ന നിക്ഷേപങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതാണ്. അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തിക്കൊണ്ട് മേഖലയിൽ ചൈനയുടെ സ്വാധീനം കുറയ്ക്കുവാനും ഇന്ത്യ ശ്രമിക്കുന്നു. സൈനികമായ കരുത്ത് വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ നയതന്ത്രപരമായി ലോകരാജ്യങ്ങളെ ഒപ്പം നിർത്തുവാൻ ഭാരതത്തിന് സാധിക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ പ്രതിസന്ധികളിലും മറ്റ് ആഗോള തർക്കങ്ങളിലും ഇന്ത്യ സ്വീകരിക്കുന്ന നിഷ്പക്ഷവും എന്നാൽ ശക്തവുമായ നിലപാടുകൾ ഭാരതത്തെ ഒരു വിശ്വസ്ത മധ്യസ്ഥ എന്ന ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നു. വൻശക്തികളുടെ കളിത്തട്ടിൽ വെറുമൊരു കാഴ്ചക്കാരനാകാതെ സ്വന്തം കരുത്തും ബുദ്ധിയും ഉപയോഗിച്ച് ആഗോളക്രമത്തിൽ നിർണായക സ്ഥാനം ഉറപ്പിക്കുകയാണ് നവഭാരതം ചെയ്യുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം
പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.